എനിക്ക് ഉറപ്പായി ഇത് വിജയിക്കും. അതൊന്നും ഇത്ര ഉറപ്പ്? എടി അവളുടെ ആ ഡെഡിക്കേഷൻ കണ്ട നോക്ക്, അവളിന്ന് വർക്ക് ചെയ്യണേ. പിന്നെ ഈ വയസ്സ് കൂടി വരും തോറും പെൺകുട്ടികൾക്ക് ഉത്തരവാദിത്വം കൂടുന്നു പറഞ്ഞാൽ എത്ര ശരിയാണ് നോക്ക്. അത് അച്ഛൻ പറഞ്ഞ ശരിയാ. ഇതാര് പറയണത്? എടി നാണല്ലോ, ചക്കപ്പോത്ത് പോലെ വളർന്നത്, നിനക്ക് വല്ല ഉത്തരവാദിത്വം? അതെന്തമ്മ അങ്ങനെ പറഞ്ഞേ? എന്ത് പറഞ്ഞെന്നാ? അല്ല നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എല്ലാം ചെയ്തിട്ടുണ്ടോ? കിടന്ന് ബഹളം വെക്കല്ലേ, ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ. മോളെ സോറി മോളെ, മകള് ചെയ്തോ. ചായ കാപ്പി വല്ലതും വേണോ? ചായ വേണ്ടമ്മ, എനിക്ക് ഹോർലിക്സ് എടുത്തോ. അതിനും കൂട്ടി എടുക്കണേ. ഓ പിന്നെ എനിക്ക് കഴിക്കാൻ വല്ല കലത്തിലെടുത്തോ. കനത്തിലെടുത്തോ. ഓ മനസ്സിലായി, എടുക്കാം. തീറ്റ കാര്യത്തിന് മാത്രം ഒരു കുറവുമില്ല എന്റെ പിങ്കിക്ക്. ചേച്ചി ഡിസ്റ്റർബ് ചെയ്യല്ലേ? ഞാൻ എടുത്തു കൊടുക്കാം. ഹോർലിക്സ് ഉണ്ടാക്കിത്തരാവേ ഇപ്പൊ. തയ്ക്കട്ടെ. നീ എന്തോന്ന് ആലോചിക്കുന്നു? ഞാനേ അച്ഛനോടൊരു ചെറിയ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. എന്തിന്? അല്ല അവർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ഡിസൈനിങ് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് കാശലവില്ലേ? ഞാൻ ഒരു ലോൺ എടുക്കാം. ബെസ്റ്റ്. ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാസം EMI അടയ്ക്കണ്ടേ? അതൊന്നും വേണ്ടല്ലോ ഇത്. അതൊക്കെ ഞാൻ അടച്ചോളാം മണി. ഞാൻ അടച്ചോളാം. എന്നാൽ അവക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ നോക്കി. പഠിക്കാൻ മാത്രം പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. എനിക്കെല്ലാം എളുപ്പമായിട്ടാ തോന്നി. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ട്? കുഴപ്പമില്ല, എല്ലാം എനിക്ക് മനസ്സിലാവുന്നു. അതെന്തറിയുമോ, നിനക്ക് ഈ ഫാഷൻ ഡിസൈനിങ് ഇഷ്ടമാണല്ലോ, ആ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഈസി ആയിട്ട് തോന്നുന്നു. ശരി. ചേച്ചി എവിടെ? ചേച്ചി അകത്തെവിടെയെങ്കിലും കാണുമായിരിക്കും. എന്ത് പറ്റി? അതെ, ഞാൻ ചേച്ചിക്ക് ഒരു ഉടുപ്പ് വെച്ചാലോ? കൊള്ളാലോ. ചേച്ചി ചേച്ചി എന്തോ തയ്ക്കാൻ പോണ ചേച്ചിക്ക്? ഒരു ഫ്രോക്കാ? അതൊക്കെ തയ്ക്കാൻ പഠിച്ചാ നീ? കൊള്ളാലോ. അത് എളുപ്പല്ലേ? ആണല്ലേ? എന്താടി വിളിച്ച? അവളെ നിനക്ക് ഫ്രോക്ക് തയ്ച്ചുതരാൻ പോണെന്ന്. എനിക്കാ? ചേച്ചിയല്ലേ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ. അപ്പൊ ചേച്ചിക്ക് ഞാൻ ആദ്യം തച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ചേച്ചി വാ, അളവൊക്കെ എടുക്കട്ടെ. വാ നടന്നോ. നിനക്ക് സ്ലീവ്ലെസ് മതിയാ? അതാ നിന്റെ ഇഷ്ടം പോലെ തയ്ക്കും. കൈ വെക്കും. തുണി എടുക്കണ്ടേ? 34 വേണ്ട, 34 ഇട്ടേക്കല്ലേ. പിന്നെ നമുക്ക് കുറയ്ക്കാം. 34 ജസ്റ്റ് 34 പഠിച്ചു കേട്ടോ. അളവൊക്കെ എടുക്കുന്നത് വലിയ പ്രൊഫഷണൽ ടൈലേഴ്സ് ഒക്കെ ചെയ്യും പോലെ. റിങ്കി ചെസ്റ്റ് 34. അടുത്ത വേസ്റ്റ്. ഞാൻ മതിയാ ആലോചിക്കാം ഞാൻ. അതൊരു 27.5. വേസ്റ്റ് 27.5. വേസ്റ്റാ. രണ്ടും ഒന്ന് തന്നെ. പോ അമ്മ, തെറ്റിപ്പിക്കല്ലേ. ഷോൾഡർ ഹൈറ്റ്. ഷോൾഡർ തയ്യക്കാർ എഴുതുന്ന പോലെ തന്നെ നിനക്കറിയോ? പിന്നെ എനിക്കൊരു 14.5. ഷോൾഡർ 14. ലൂസാക്കിട്ടോ വേണമെങ്കിൽ. എന്തിനു ഷോൾഡറോ? ഒന്ന് വാച്ച 14. കൈ നോക്കണ്ടേ? കൈ നിനക്ക് സ്ലീവ്ലെസ് അല്ലേ? ആം ഹോൾ നോക്കാം. ആം ഹോൾ കൈ ഒന്ന് നേരെ. 16 കുറക്കണം കേട്ടോ. 16 എഴുതണം. ആം ഹോൾ 16. ഓക്കെ. പെട്ടെന്ന് ഭയങ്കര സീരിയസ്നെസ് ഒക്കെ വന്ന പോലെ അല്ലേ? ഹൈറ്റ് എത്ര വേണം? ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര വേണം ഹൈറ്റ്? അതിന്റെ എത്ര ഇടും? ഇതിന്റെ എത്ര? 34. ഒരു 35 ഇട്ടേ. ഹൈറ്റ് ഓക്കെ. കഴിഞ്ഞില്ലേ? ഫുൾ കഴിഞ്ഞു. അപ്പൊ ഇനി 1 മണിക്കൂറിനകം ഡ്രസ് ഇവിടെ എത്തിയിരിക്കും. 1 മണിക്കൂറില്ല?
1 മണിക്കൂർ കൊണ്ട് തയ്ക്കോ? അതെങ്ങനെ ഇത്ര പെട്ടെന്ന് തയ്ക്കണേ? ആദ്യമായിട്ടാണ് 1 മണിക്കൂറിന്റെ ആവശ്യം. പിന്നെ പഠിച്ചു വരുമ്പോ 10 മിനിറ്റ് മതി എനിക്ക്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചി കണ്ടാ അവളെ മിടുക്കിയാണ്. അച്ഛാ അമ്മേ, ഇതൊരു സെന്റിമെന്റൽ മൊമെന്റ് തോന്നില്ലേ? കാരണം അവള് ആദ്യമായിട്ട് എനിക്ക് ഡ്രസ്സ് തച്ചുതരാന്നാണ് പറയുന്നത്. പാവല്ലേ? ഒരു ഇമോഷൻ അല്ലേ? സത്യം. നിന്റെ ഉടുപ്പ് തച്ച് കിട്ടിയിട്ട് വേണം എനിക്കൊരു ചുരിദാർ തയ്ക്കാൻ. ഞാൻ ഒരു ഷർട്ടിന്റെ തുണി എടുക്കും. കൊള്ളാം. ഇതറിഞ്ഞ നാട്ടുകാർ മൊത്തം കൊണ്ടുവരും കേട്ടോ തുണിയൊക്കെ തയ്ക്കാനായിട്ട്. നോക്കാം നമുക്ക്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.